ഹലോ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. DNA strands wind around the histone octamer to form a structure called. ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്തുണ്ടാകുന്ന ഘടനയാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ക്രോമസോംസ്, അലീൽസ്, ന്യൂക്ലിയോസോം, ക്രൊമാറ്റിഡ്സ്. ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ന്യൂക്ലിയോസോം ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The trait expressed in first generation is known as. 2 ഗുണങ്ങളിൽ ഒന്നാം തലമുറയിൽ കാണപ്പെടുന്ന ഗുണം ഏത്? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ റെസസീവ് ട്രേറ്റ്, അതായത് ഗുപ്ത ഗുണം. ഓപ്ഷൻ ബി ഹിഡൻ ട്രേറ്റ്, വിപരീത ഗുണം. ഓപ്ഷൻ സി എക്സ്പ്രസ്ഡ് ട്രേറ്റ്, ദീപ്ത ഗുണം. ഓപ്ഷൻ ഡി ഡൊമിനൻ്റ് ട്രേറ്റ്, പ്രകട ഗുണം. നമുക്കറിയാം, ഫസ്റ്റ് ജനറേഷനിൽ ഒരു സ്വഭാവം എക്സ്പ്രസ് ചെയ്യും, മറ്റേത് മറിഞ്ഞിരിക്കും. എക്സ്പ്രസ് ചെയ്തതിന് എന്ത് വിളിക്കും? എന്താ വിളിക്കുക? പ്രകടഗുണം, അതായത് ഡൊമിനൻ്റ് ട്രേറ്റ്. അപ്പം മറിഞ്ഞിരിക്കുന്ന ആരായിരിക്കും? റെസസീവ് ട്രേറ്റ് ആണ് അല്ലേ, അതായത് ഗുപ്തഗുണമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? പ്രകടഗുണം അല്ലെങ്കിൽ ഡൊമിനൻ്റ് ട്രേറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ. എ ഡൊമിനൻ്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് ദ റെസസീവ് ട്രേറ്റ് ഈസ് നോൺ ആസ്. പ്രകടഗുണത്തിൻ്റെ അലീലിന് ഗുപ്തഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോ ഡൊമിനൻസ്, കംപ്ലീറ്റ് ഡൊമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം. നമ്മൾ നോൺ മെൻ്റലി ഇൻഹെറിറ്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അവിടെ വരുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് സ്പ്രിങ്സ് ഓഫ് മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്. മെൻഡലിൻ്റെ പരീക്ഷണത്തിലെ ആദ്യ തലമുറയിലെ സന്തതികൾ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒരു ക്യാപിറ്റൽ ടി, ഒരു സ്മോൾ ടി, 2 ക്യാപിറ്റൽ ടി, 2 സ്മോൾ ടി, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം, പാരൻ്റ് പ്ലാന്റ്സ് ആണ് ഏത്? 2 ക്യാപിറ്റൽ ടി ഉയരം കൂടിയ പ്ലാന്റും അതുപോലെ തന്നെ എന്താണ്? 2 സ്മോൾ ടി ഉയരം കുറഞ്ഞതും. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം ഏതാണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ദ ഡൊമിനൻ്റ് ആൻഡ് ദ റെസസീവ് ട്രേറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസീസ്. ഒരു മോണോഹൈബ്രിഡ് ക്രോസിലെ 2ാം തലമുറയിലെ പ്രകടഗുണത്തിൻ്റെയും ഗുപ്തഗുണത്തിൻ്റെയും അനുപാതം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. 1:3, 3:1, 9:3:3:1, 1:3:3:9. ഓപ്ഷൻസ് നല്ലപോലെ ശ്രദ്ധിക്കുക. ഇവിടെ ഏതാണ്? മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പോൾ റേഷ്യോ ഏതായിരിക്കും വരിക? 3:1. അതേസമയം ഡൈഹൈബ്രിഡ് ആണെങ്കിലാണ് ഏത് വരിക? 9:3:3:1. അത് റിപ്പീറ്റഡ് ചോദിക്കുന്നതാണ്. മോണോഹൈബ്രിഡ് ആണെങ്കിൽ 3:1, ഡൈഹൈബ്രിഡ് ആണെങ്കിൽ റേഷ്യോ എത്രയാണ്? 9:3:3:1. സിക്സ്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ് ഹാവിംഗ് ഫാക്ടേഴ്സ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, 2 സ്മോൾ ആർ. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, 2 സ്മോൾ ആർ ഘടകങ്ങളുള്ള ചെടിയുടെ സവിശേഷതകൾ കണ്ടെത്തുക. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ടാൾ പ്ലാന്റ് റൗണ്ട് സീഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ടാൾ പ്ലാന്റ് വ്രിങ്കിൾഡ് സീഡ്, ഉയരം കൂടിയ ചുളുങ്ങിയ വിത്ത്. ഡ്വാഫ് പ്ലാന്റ് റൗണ്ട് സീഡ്, ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്ത്. ഡ്വാഫ് പ്ലാന്റ് വ്രിങ്കിൾഡ് സീഡ്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്. ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഏതാണോ ആ സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ ചെടി എന്തായിരിക്കും? ഉയരം കൂടിയതായിരിക്കും. അതുപോലെ 2 സ്മോൾ ആർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ചുളുങ്ങിയ വിത്താണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ടാൾ പ്ലാന്റ് വ്രിങ്കിൾഡ് സീഡ്, ഉയരം കൂടിയ ചുളുങ്ങിയ വിത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th വൺ കേട്ടോ. ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA വാസ് പ്രസൻറ്റ് ഇൻ ദ ഇയർ. DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ച വർഷം? 1953, 1956, 1962, 1963. ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ 1953. 1953 DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ച വർഷം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1962 എന്ത് ഇത് കണ്ടുപിടിച്ചതിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1953. 8th ക്വസ്റ്റ്യൻ. ഇൻ DNA ദ ബേസ് അഡിനിൻ പെയേഴ്സ് ഓൺലി വിത്ത്. DNAയിൽ അഡിനിൻ ജോഡി ചേരുന്നത് താഴെ പറയുന്നവയിൽ ഏതുമായാണ്? ഓപ്ഷൻ എ യുറാസിൽ, ഓപ്ഷൻ ബി സൈറ്റോസിൻ, ഓപ്ഷൻ സി തൈമിൻ, ഓപ്ഷൻ ഡി ഗ്വാനിൻ. അപ്പോൾ ഇതിൽ ഏതാണ്? നമുക്കറിയാം, അഡിനിൻ എപ്പോഴും ആരുമായിട്ടേ ചേരുള്ളൂ? തൈമിൻ. അവർ ഭയങ്കര ഫ്രണ്ട്സാണ് അല്ലേ. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടാണ് ചേരുക. സൈറ്റോസിനോ ഗ്വാനിനുമായിട്ടാണ് ചേരുക. അത് നോട്ട് ചെയ്ത് വെക്കുക. അഡിനിൻ എപ്പോഴും തൈമിനുമായും സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിനുമായിട്ടുമാണ് ചേരുക.
അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി തൈമിൻ. 9th question. Identify the nitrogen base only present in RNA and not in DNA. DNA-യിൽ ഇല്ലാത്തതും RNA-യിൽ മാത്രമുള്ളതുമായ നൈട്രജൻ ബേസ് തിരിച്ചറിയുക. ഓപ്ഷൻസ് ഉണ്ട്: അഡിനിൻ, യുറാസിൽ, തൈമിൻ, ഗ്വാനിൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, അഡിനിൻ എപ്പോഴും തൈമിനുമായും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടുമാണ് DNA-യിൽ പെയർ ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ DNA-യിൽ ഇല്ലാത്തതും RNA-യിൽ ഉള്ളതുമായ ആൾ ആരാണ്? യുറാസിലാണ്. യുറാസിൽ RNA-യിൽ ഉണ്ട്. ആർക്ക് പകരമാണ്? DNA-യിൽ തൈമിന് പകരം RNA-യിൽ ആരാളുള്ളത്? യുറാസിലാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10th question. From the given statements, identify the function of tRNA. നമുക്കറിയാം 3 RNA ഉണ്ട് അല്ലേ, mRNA, tRNA, rRNA. ഈ 3 പേരാണ് പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ tRNA-യുടെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും tRNA-യുടെ ധർമ്മം തിരിച്ചറിയുക. അതിൻ്റെയൊക്കെ ചിത്രം ടെക്സ്റ്റിലുണ്ട്. ആ ചിത്രവും കൂടെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം കേട്ടോ. ഓപ്ഷൻ എ, ക്യാരി അമിനോ ആസിഡ് ടു ദ റൈബോസോം. അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ഓപ്ഷൻ ബി, സിന്തസൈസ് പ്രോട്ടീൻ ബൈ ആഡിങ് അമിനോ ആസിഡ്. അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഓപ്ഷൻ സി, ക്യാരി ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോം. DNA-യിൽ നിന്നുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നു. ഡി, നൺ ഓഫ് ദ എബോ. ഇവയൊന്നുമല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? tRNA എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്ഫർ RNA ആണ് അല്ലേ. അതായത് അമിനോ ആസിഡിനെ എവിടേക്ക് എത്തിക്കും? റൈബോസോമിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? tRNA. mRNA എന്താ ചെയ്യുക? മെസ്സേജ്, DNA എന്നുള്ള മെസ്സേജാണ് റൈബോസോമിലേക്ക് എത്തിക്കുക. rRNA അത് റൈബോസോമിൽ തന്നെയുള്ള RNA ആണ് പ്രോട്ടീൻ സിന്തസിസിൽ സഹായിക്കുക ചെയ്യുന്നത്. അപ്പോൾ tRNA പറയുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്യാരി അമിനോ ആസിഡ് ടു ദ റൈബോസോം. 11th question. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം ഇൻ ഹ്യൂമൻ ബീങ്. മനുഷ്യനിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 23, 44, 46, 42. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബീങ്ങിൽ മനുഷ്യശരീരത്തിൽ 46 ക്രോമസോമാണുള്ളത് അല്ലേ. അതിൽ എത്ര എണ്ണമാണ് സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോം? 44 എണ്ണമാണ് സ്വരൂപ ക്രോമസോം. ബാക്കി 2 എണ്ണം എന്താണ്? സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണ്ണയ ക്രോമസോം. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, 44 ക്രോമസോം. ശ്രദ്ധിക്കുക, ചിലപ്പോൾ 22 പെയേഴ്സ് എന്നായിരിക്കും തരിക. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. 12th question. ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ഫീമെയിൽ ഈസ്. ഈ ജനറ്റിക് മേക്കപ്പിന് പകരം ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ എന്ന് ചോദിക്കും കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്. സ്ത്രീകളുടെ ജനിതക ഘടന താഴെ പറഞ്ഞവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 44 + XY, ഓപ്ഷൻ ബി 46 + XY, ഓപ്ഷൻ സി 44 + XX, ഓപ്ഷൻ ഡി 46 + XY. എല്ലാം കൂടെ കാണുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ 46 ക്രോമസോം ഉണ്ട്. അതിൽ 44 എണ്ണം സൊമാറ്റിക് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമാണ്. 2 എണ്ണം സെക്സ് ക്രോമസോം അല്ലെങ്കിൽ എന്താണ്? ലിംഗനിർണ്ണയ ക്രോമസോമാണ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി 44 + XX. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 46 ആയില്ലേ. 44 + 2X അല്ലേ. അപ്പോൾ 46 ആയി. അതേസമയം ഫീമെയിലിന് പകരം മെയിലാണ് ഓപ്ഷൻ, അല്ലെങ്കിൽ എന്ത് വരും? 44 + XY. ഫീമെയിൽ ആണെങ്കിൽ 44 + XX, മെയിലാണെങ്കിൽ 44 + XY ആണ്. ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ രീതിയിൽ മാത്രമല്ല, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഐഡൻറ്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫസ്റ്റ് ഇങ്ങനെ കൊടുക്കും, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ, സ്ത്രീയുടെ ജനിതഘടന 44 + XX. അങ്ങനെയെങ്കിൽ താഴെ പുരുഷൻ്റെ ജനിതഘടന ഡാഷ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതണം? 44 + XY. ആ രീതിയിലും ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 13th question. A sudden heritable change in the genetic constitution of an organism is called dash. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഓപ്ഷൻ എ ക്രോസിംഗ് ഓവർ, ഓപ്ഷൻ ബി മ്യൂട്ടേഷൻ, ഓപ്ഷൻ സി അലീൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ അലീൽ ചേർച്ച, ഓപ്ഷൻ ഡി ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ. സഡൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹെറിറ്റബിൾ ആണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതാണ് ഏത്? ആൻസർ മ്യൂട്ടേഷൻ ആണ്. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, അതായത് ആകസ്മികമായി ജനിതഘടന ഉണ്ടാകുന്നത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് എന്ത്? മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്താണ്? മ്യൂട്ടേഷന് കാരണം എന്താണെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. മ്യൂട്ടേഷൻ കാരണം എന്തൊക്കെയാണ്? ഡ്യൂപ്ലിക്കേഷൻ ഇൻ എറേഴ്സ് ഇൻ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA, എക്സ്പോഷർ ടു സർട്ടൻ കെമിക്കൽസ്, റേഡിയേഷൻ. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ്
വരാറുണ്ട്. ഫൈൻഡ് ദ ക്രോമസോം വിച്ച് ഈസ് റെസ്പോൺസിബിൾ വെദർ ദ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. കുട്ടിയാണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്ന ക്രോമസോം കണ്ടെത്തുക. ഓപ്ഷൻ എ XY ക്രോമസോം ഓഫ് ഫാദർ, പിതാവിൽ നിന്നുള്ള XY ക്രോമസോമുകൾ. ഓപ്ഷൻ ബി XY ക്രോമസോം ഓഫ് മദർ, മാതാവിൽ നിന്നുള്ള XY ക്രോമസോം. ഓപ്ഷൻ സി XX ക്രോമസോം ഓഫ് ഫാദർ, പിതാവിൽ നിന്നുള്ള XX ക്രോമസോം. ഓപ്ഷൻ ഡി XX ക്രോമസോം ഓഫ് മദർ, മാതാവിൽ നിന്നുള്ള XX ക്രോമസോം. ഈ പണ്ട് കാലത്ത് ഈ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അമ്മമാരെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പൊക്കെ ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് വരിക? നമുക്കറിയാം അച്ഛൻ്റെ XY ക്രോമസോമാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ എ XY ക്രോമസോം ഓഫ് ഫാദർ, പിതാവിൽ നിന്നുള്ള XY ക്രോമസോമുകൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് പൈസം സറ്റൈവം ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തോട്ടപ്പയർ, പൈസം സറ്റൈവത്തിൻ്റെ വിപരീത ഗുണങ്ങൾ തിരിച്ചറിയുക. നമ്മൾ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ചെയ്തല്ലോ, ആ സ്വഭാവങ്ങളാണ് കേട്ടോ. ഓപ്ഷൻ എ കളർ ഓഫ് ലീവ്സ്, ഇലകളുടെ നിറം. ഓപ്ഷൻ ബി ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, ചെടിയുടെ ഉയരം. ഓപ്ഷൻ സി ഷേപ്പ് ഓഫ് ഫ്ലവർ, പൂവിൻ്റെ ആകൃതി. ഓപ്ഷൻ ഡി ഷേപ്പ് ഓഫ് ദ സീഡ്, വിത്തിൻ്റെ ആകൃതി. ഇവിടെ നമ്മൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, ചെടിയുടെ ഉയരം അല്ലേ, ടാള് ഡ്വാഫ്, രണ്ട് വിപരീത സ്വഭാവം എടുത്തത്. അപ്പോൾ അത് കാണുമ്പോൾ അത് മാത്രം മനസ്സിലാവും വിചാരിക്കും. പക്ഷെ അത് മാത്രമല്ല, എന്തും കൂടെ നോക്കിയിട്ടുണ്ട്, ഷേപ്പ് ഓഫ് ദ സീഡ്, വിത്തിൻ്റെ ആകൃതി. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബിയും വരും ഡിയും വരും. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, ചെടിയുടെ ഉയരം. ഷേപ്പ് ഓഫ് ദ സീഡ്, വിത്തിൻ്റെ ആകൃതി. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.